ഹലോ! എല്ലാരും PA2 അല്ലെങ്കിൽ PT2 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരിക്കും അല്ലേ? നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് ഒരു റിവിഷൻ നടത്താം. ഫസ്റ്റ് പോർഷൻസ് ഒരു പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു പാസേജ് നോക്കാം. മധുമക്കി എക് ബഹുത് ഹി മെഹനതി കീട് ഹേ. മധുമക്കി ഹണി ബി അത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രാണിയാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണ്. യഹ് ഫൂലോൻ സെ രസ് നെക്ടർ പൂക്കളിൽ നിന്ന് നെക്ടർ ഇക്കട്ട കർക്കെ കളക്ട് ചെയ്തിട്ട് ഷഹദ് ബനാത്തി ഹേ ഹണി ഉണ്ടാക്കും. मधुमक्खी के छत्ते में बहुत सारी मधुमक्खियां एक साथ रहती है. മധുമക്കിയക്ക് ചത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ ഹണികോംബ് അതിന്റെ വീട്. बहुत सारी मधुमक्खियां एक साथ रहती है. കുറേ ഹണിബീസ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. വേ അപ്നി കാം കോ ബാട്ട് ലേത്തി ഹേ. അവരവരുടെ ജോലിയൊക്കെ തമ്മിൽ തമ്മിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുച്ച് ഫോലോൻ സേ രസ് ലാത്തി ഹേ. കുറച്ച് ഹണി ബീസ് പൂക്കളിൽ നിന്ന് നെക്ടർ കളക്ട് ചെയ്ത് കൊണ്ടുവരും. തോ കുച്ച് ചത്തേക്ക് ദേഖ്ഭാൽ കർത്തി ഹേ. ഇപ്പൊ കുറെ പേര് പുറത്തു പോകുമ്പോൾ ബാക്കിയുള്ളവർ വീടിന്റെ ഉള്ളിലിരുന്നിട്ട് ആ ഒരു വീടിനെ സംരക്ഷിക്കും. ഷഹദ് ഹമാരെ ലിയെ ബഹുത് ഫായദേമന്ദ് ഹോത്താ ഹേ. ഷഹദ് അല്ലെങ്കിൽ ഹണി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. यह ऊर्ज देता है. നമുക്ക് എനർജി തരും. और औषधि के रूप में भी उपयोग होता है. മെഡിസിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മധുമക്കിയാം फूलों में परागण पॉलिनेशन करके फसलों की पैदावार बढ़ाने में मदद करती है. ആ പൂക്കളിൽ നിന്നും വേറെ പൂക്കളിലേക്ക് പറന്നു പോകുന്നത് വഴി പൂമ്പൊടിയൊക്കെ ഒന്നിൽ നിന്ന് അതിൻ്റെ ശരീരത്തിൽ പറ്റിയിട്ട് അത് അടുത്ത പൂക്കളിൽ വീഴുന്നു. അപ്പോൾ അങ്ങനെ പോളിനേഷൻ എന്ന പ്രോസസ്സ് നടന്നിട്ട് കൂടുതൽ കൂടുതൽ പൂക്കൾ വളരാനൊക്കെ അത് സഹായിക്കുന്നു. इसीलिए मधुमक्खी हमारे पर्यावरण और जीवन के लिए बहुत महत्वपूर्ण है. അതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനും എൻവയോൺമെന്റിനും നമ്മുടെ ജീവനും ഒക്കെ മധുമക്കി അല്ലെങ്കിൽ ഹണിബി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. മധുമക്കി ക്യാ ബനാത്തി ഹേ. എന്താണ്? ദൂത്, മിൽക്ക്, ഷഹദ്, ഹണി, മക്കൻ, ബട്ടർ. ഏതാണ്? ഷഹദ്, ഹണി. മധുമക്കി കഹാൻ സെ രസ് ഇക്കട്ടാ കർത്തി ഹേ. फूलों से रस इकट्ठा करती है. मधुमक्खी कैसे फसलों की मदद करती है? എങ്ങനെയാണ്? പരാഗൺ करके. ഷഹദ് കാ ക്യാ ഉപयोग है? ഹണി നമ്മൾ എങ്ങനെയൊക്കെയാ ഉപയോഗിക്കുന്നത്? യഹ് കേവൽ മിഠായി ബനാനെ മേ കാം ആത്താ ഹേ. ഓൺലി മിഠായി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ? നോ. യഹ് ഊർജ ദേത്താ ഹേ और औषधि के रूप में उपयोग होता है. നമുക്ക് എനർജി തരും. അത് മാത്രമല്ല അത് മെഡിസിൻ ആയിട്ടും ഉപയോഗിക്കാം. മധുമക്കി കാ ചത്ത ക്യാ ഹേ. മധുമക്കി കാ ചത്ത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാ ജഗ ജഹാ മധുമക്കിയാം രഹതി ഹേ. എവിടെയാണോ മധുമക്കി താമസിക്കുന്നത് അതിന്റെ പേരാണ് മധുമക്കി കാ ചത്ത. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് തരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓപ്ഷൻസ് ഇല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ അതേ ക്വസ്റ്റ്യൻ വേർഡിൽ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. गद्यांश को पढ़कर निम्नलिखित प्रश्नों के उत्तर लिखिए. पेड़ हमारे जीवन के लिए बहुत महत्वपूर्ण है. മരങ്ങൾ നമ്മുടെ ഒക്കെ ജീവന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേ ഹമേ താസി ഹവ ശുദ്ധമായ വായു അല്ലെങ്കിൽ ഓക്സിജൻ ദേത്തെ ഹേ. और वातावरण को साफ रखते हैं. അറ്റ്മോസ്ഫിയർ നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എയറിനെയൊക്കെ നല്ല ശുദ്ധീകരിക്കും മരങ്ങൾ. पेड़ों से हमें फल, लकड़ी और दवाइयां भी मिलती है. മരങ്ങളിൽ നിന്ന് നമുക്ക് പഴങ്ങളും വുഡും പിന്നെ മെഡിസിൻസും ഒക്കെ കിട്ടും. ഉൻകി ഛായ ഹമേ ഗർമി മേ രാഹത്ത് ദേത്തി ഹേ. മരങ്ങളുടെ ഷേഡ് തണല് നമുക്ക് ചൂടിൽ നിന്നൊരു ആശ്വാസം തരും. पेड़ पक्षियों और जानवरों का घर भी होते हैं. മരങ്ങള്
പക്ഷികളുടെയും മൃഗങ്ങളുടെയും പല പക്ഷികളും മൃഗങ്ങളും മരത്തിൽ താമസിക്കുന്നുണ്ട്. അവരുടെ വീടും കൂടിയാണ്. വേ മിട്ടി കോ മസ്ബൂത് ബനാത്തെ ഹേ. അത് മണ്ണിനെ നല്ല ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്ട്രോങ് ആക്കി മാറ്റും. ഓർ വർഷ ലാനെ മേ മദദ് കർത്തെ ഹേ. അത് കൂടാതെ മഴ വരുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. इसलिए हमें ज्यादा से ज्यादा पेड़ लगाने चाहिए. നമുക്ക് കൂടുതൽ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. और उनकी देखभाल करनी चाहिए. അതിന്റെ നോക്കി നന്നായിട്ട് സംരക്ഷിക്കണം. पेड़ धरती के लिए वरदान है. മരങ്ങൾ ഭൂമിക്ക് ഒരു വരമാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമാണ്, ബൂണാണ്. എന്തൊക്കെയാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. पेड़ हमें क्या देते हैं? ऑक्सीजन और फल. करेक्ट ആണ്. ऑक्सीजन और फल देते हैं. पेड़ों का क्या उपयोग है? वे हमें चलने का जगह देते हैं. നടക്കാനുള്ള സ്ഥലമാണോ തരുന്നത്? അല്ല. वे वातावरण को साफ रखते हैं और छाया देते हैं. കറക്റ്റ് ആണ്. पेड़ किनके घर होते हैं? മരങ്ങൾ ആരുടെ വീടാണ്? പക്ഷിയോ और जानवरों के. पेड़ मिट्टी को कैसे मदद करते हैं? മരങ്ങള് മണ്ണിനെ എങ്ങനെയാ സഹായിക്കുക? വേ മിട്ടിക്കോ ദോ ദേത്തെ ഹേ. മണ്ണിനെ കഴുകി കളയാണോ? അല്ല. വേ മിട്ടിക്കോ മസ്ബൂത് ബനാത്തെ ഹേ. മണ്ണിനെ നല്ല സ്ട്രോങ് ആക്കി മാറ്റും. ഹമേ പേടോं के साथ क्या करना चाहिए? നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഉനെ കാട്ട്നാ ചാഹിയേ. മരങ്ങൾ മുറിച്ചു കളയണോ? ഉനെ ലഗാന और उनकी देखभाल करनी चाहिए. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, എന്നിട്ട് തന്നെ നന്നായിട്ട് നോക്കി വളർത്തണം. निम्नलिखित प्रश्नों के उत्तर लिखिए. ऐसे दो खेलों के नाम बताइए जिनमें दो टीमें आमने सामने होती है. രണ്ട് ടീം ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്ന രണ്ട് ഗെയിംസിന്റെ പേര് എഴുതണം. പല പല ഗെയിംസ് ഉണ്ട്. നമുക്ക് ക്രിക്കറ്റ് ഓർ ഫുട്ബോൾ എന്ന് എഴുതാം. കാരണം ക്രിക്കറ്റിലും ഫുട്ബോളിലും രണ്ട് ടീം നിന്നാണ് കളിക്കുന്നത്. किसान खेतों को जोतने के लिए किसका सहारा लेते हैं? ഫാർമർ ഫീൽഡ് കിളയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഉഴുതുമറിക്കാൻ അല്ലെങ്കിൽ പ്ലോ ചെയ്യാൻ വേണ്ടി ആരുടെ സഹായമാണ് എടുക്കുക? കിസാൻ ഖേതോं को जोतने के लिए बैलों का, ഓക്സ് അല്ലെങ്കിൽ കാളകളുടെ സഹാര ലേത്തെ ഹേ. സിമ്രൻ മധുമക്കി ക്യോ ബന്നാ ചാഹത്തി തി. എന്തുകൊണ്ടാണ് സിമ്രന് മധുമക്കി ആവാൻ ആഗ്രഹം തോന്നിയത്? സിമ്രന് പഠിക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. എന്നാൽ പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പറന്നു നടക്കുന്ന മധുമക്കി പോലെ ആവാൻ ആഗ്രഹമുണ്ട് അല്ലേ? ക്യോങ്കി. ക്യോം എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ക്യോങ്കിയിൽ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ക്യോങ്കി വ ഏക് ഫൂൽ സെ ദൂസരെ ഫൂൽ ഉഡ്കർ ഖേൽനാ ചാഹത്തി തി. ഒരു പൂവിൽ നിന്ന് വേറെ പൂവിലേക്ക് പറന്ന് നടക്കാനായിരുന്നു അതിന്റെ ആഗ്രഹം. ദിമക്ക കോ ഓർ കിസ് കിസ് നാം സെ ജാനാ ജാത്താ ഹേ. ദിമക്ക അമ്മേനെ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ദിമക്ക, സാലു മർദ ദിമക്ക, അമ്മ और वृक्ष मादा नाम से भी जाना जाता है. अम्मा ने बरगद के पौधे लगाने क्यों शुरू किए थे? എന്തുകൊണ്ടായിരുന്നു ബാനിയൻ ട്രീ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത്? क्योंकि वे पर्यावरण को साफ रखते थे और जिससे रास्ता अधिक सुंदर लगता था. അറ്റ്മോസ്ഫിയർ നല്ല ശുദ്ധമാവും ചെയ്യും, അതുപോലെ തന്നെ വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആവും ചെയ്യും. ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ബുക്കിലുണ്ടാവും. ബുക്കിലുള്ള അതേപോലെ ടീച്ചർ പഠിപ്പിച്ച് തന്ന പോലെ പഠിച്ചിട്ട് അതുപോലെ തന്നെ ആൻസർ ചെയ്താൽ മതി. വ്യാകരണം. തുക് വാലെ ശബ്ദ ലിഖിയേ. തുക് എന്ന് പറഞ്ഞാൽ റൈമിംഗ് വേർഡ് ആണ്. ഖോല, ബോല, സവാരി, സുപാരി. ബഹുവചൻ ബനായേ. ബഹുവചൻ പ്ലൂറൽ ആയിട്ട് എഴുതണം. ഇവിടെ സിംഗുലാർ ആണ് തന്നിരിക്കുന്നത്, അതിനെ പ്ലൂറൽ ആക്കി മാറ്റണം. ഘോഡ. ഘോഡ എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ആണ്. ഘോഡേ. കുറേ ഹോഴ്സസ് ഉണ്ടെങ്കിൽ ഘോഡേ എന്നാണ് പറയുക. ഗുബ്ബാര. ഗുബ്ബാര എന്ന് പറഞ്ഞാൽ ബലൂൺ. ഒരു ബലൂൺ ആണ് ഗുബ്ബാര. കുറെ ബലൂൺസോ?
गुब्बारे। സംഖ്യാ ശബ്ദ് ഛാണ്ടിയേ. സംഖ്യാ ശബ്ദ് എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ്സ് ആണ്. എന്തെങ്കിലും വസ്തുക്കളുടെയോ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ ആളുകളുടെയോ ഒക്കെ പേരിനാണ് സംഖ്യാ ശബ്ദ് എന്ന് പറയുന്നത്. ഇവിടെ സിമ്രൻ ബോലി ബസ് ബസ് മേ സമജ് ഗയി. ഇവിടെ ഏതെങ്കിലും പേരുകളുണ്ടോ? സിമ്രൻ. സിമ്രൻ ഒരു നെയിമാണ്. ലിംഗ് ബദലോ. മെയിൽ ആണ് തന്നതെങ്കിൽ അതിനെ ഫീമെയിൽ ആക്കി മാറ്റണം. ഫീമെയിൽ ആണ് തന്നതെങ്കിൽ അതിനെ മെയിൽ ആക്കി മാറ്റണം. മാതാ പിതാ മോം ഡാഡ്. ലഡ്കിയാം ലഡ്കേ. ശബ്ദ് ബനാവോ ജैसे रंग रंगाई. രംഗ് രംഗായി ഇതുപോലത്തെ വേർഡ്സ് ഉണ്ടാക്കണം. ഏതൊക്കെയാണ്? സാഫ് സാഫ് സഫായി. ചട് ചടായി. रचनात्मक लेखन. मेरा प्रिय खेल के बारे में 5 വാക്യ ലിഖോ. നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിമിനെ പറ്റി 5 സെന്റൻസുകൾ എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ചുപ്പൻ ചുപ്പായിയെ പറ്റി എഴുതാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസ് ആണ് എഴുതേണ്ടത്. मेरा प्रिय खेल छुपन छुपाई है. इसमें एक खिलाड़ी आंख बंद करता है. ഇതിൽ ഒരാൾ കണ്ണടയ്ക്കും. എന്നിട്ടോ और बाकी छिपते हैं. ബാക്കി എല്ലാരും പോയി ഒളിക്കും. फिर वह गिनती पूरी करके सबको ढूंढता है. അതിനുശേഷം ആ ആള് എണ്ണലൊക്കെ നിർത്തിയിട്ട് എല്ലാരെയും തേടി കണ്ടുപിടിക്കും. यह खेल दोस्तों के साथ खेलना मजेदार होता है. കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ കളിക്കാൻ ഭയങ്കര നല്ല ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമാണിത്. മുझे यह खेल बहुत पसंद है. എനിക്ക് ഈ ഒരു ഗെയിം വളരെയധികം ഇഷ്ടമാണ്. സഹി ശബ്ദ് പർ ഗോല ലഗാവോ. കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സിൽ സർക്കിൾ ചെയ്യാം. തിർച്ചി. തിർച്ചി എന്ന് പറഞ്ഞാൽ സ്ലാൻഡിങ് ലൈൻ അല്ലെങ്കിൽ ചരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കാണ് തിർച്ചി എന്ന് പറയുന്നത്. ആസ്മാൻ. സെക്കൻഡ് വൺ ഇസ് കറക്റ്റ്. ആസ്മാൻ ആകാശം അല്ലെങ്കിൽ സ്കൈ. नीचे लिखे अक्षरों के क्रम को വ്യവസ്ഥിത് കർക്കെ സഹി ശബ്ദ് ലിഖിയേ. ഇവിടെ കുറച്ച് ജംബിൾഡ് വേർഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഉണ്ടാക്കണം. രാ ടാ പി പിറ്റാര. ഷ കാ ആ ആകാശ്. ദോ ഫൽദാർ പേടോ കെ നാം ലിഖോ. നമുക്ക് പഴങ്ങൾ തരുന്ന 2 മരങ്ങളുടെ പേര് എഴുതാനാണ്. ആം കേല. മാംഗോ പിന്നെ ബനാന. ശുദ്ധ് കർക്കെ ലിഖിയേ. ഇത് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിനെ കറക്റ്റ് ചെയ്യണം. പസീന. പസീന അല്ല പസീന. സ്വെറ്റ് അല്ലെങ്കിൽ വേർപ്പ്. ദിവാനെ. ദീവാനെ. റിക്ത സ്ഥാൻ ഭർക്കർ ശബ്ദ് പൂരാ കീജിയേ. ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്തിട്ട് ഇതിനെ വേർഡ്സ് ആക്കി മാറ്റണം. ആദ്യത്തെ വേർഡ് ദി ഡാഷ് ബർ. എന്താണ്? ദിൻ ബർ. പ ഡാഷ് ശ്രം പരിശ്രം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസറും നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. ഇതൊരു സാമ്പിൾ പേപ്പർ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.